നമ്മൾ ആരും നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര് ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. അവർ അതായത് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി ആലോചിക്കണം. പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോണ സമയം കഴിഞ്ഞു സത്യം പറഞ്ഞ്. എവിടെ അങ്ങനെ വീണ്ടും രേണുസുധിയുടെ ഒരു വിഷയമായിട്ട് വന്നിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, എന്താ നമ്മൾ പറയണ്ട, എത്ര പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല, അതുകൊണ്ട് തിരുത്താനും പോകുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇത് ബോറടിക്കുന്നുമില്ല. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. എന്തായാലും അത് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. പുതിയൊരു വിഷയം പുള്ളിക്കാരത്തിയുടെ വന്നിട്ടുണ്ട്. ഈ അച്ഛൻ്റെ വസ്തുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് അച്ഛന് ഇപ്പം നിലവിൽ കുറച്ച് വസ്തുക്കളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ ഇത് കുറച്ച് നാളായിട്ട് ഈ വസ്തുക്കൾ കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അതായത് രേണുവിന് കൊടുത്ത വസ്തുവല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് സെല് ചെയ്യാൻ വേണ്ടി ഒരുപാട് നാളായിട്ട് പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താ? ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ താമസിക്കുന്നതിൻ്റെ പേരില്ല. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം, അതിനുശേഷം സംസാരിക്കാം. ആ മെത്രാന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാ. അതായത് ഇങ്ങനൊരു ഏപ്പടത്തിലോ എന്തൊക്കെ അഭിനയിക്കുന്ന വെച്ചാൽ ഇപ്പം ഈ കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള ഇത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവർ പറഞ്ഞ് ആ സ്ഥലം നമുക്ക് വേണ്ട. അതായത് നല്ലൊരു നമ്മൾ എവിടെ ജീവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നോക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണമല്ലോ. അതായത് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി ആലോചിക്കണം. പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോണ സമയം കഴിഞ്ഞു സത്യം പറഞ്ഞ്. എവിടെ അവിടെ നിന്ന് കോട്ടയം പോവാം, ചങ്ങനാശ്ശേരി പോവാം, തിരുവല്ല പോവാം, ഏതൊക്കെ സ്ഥലത്തോട്ട് പോവാം. നല്ല സെൻട്രിൽ കിടക്കുന്ന സ്ഥലമാണ്. അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാണ്. പക്ഷെ ഇങ്ങനെ എന്നാ അറിയാം, ഇപ്പം എല്ലാവരും പറഞ്ഞത് എന്നാ അറിയാം. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞത്, അവിടെ ആ ഏരിയയിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ മൊത്തം ഈ സിനിമ എന്നാ സീരിയൽ അഭിനയിക്കാനും ഏപ്പടം അഭിനയിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് മൊത്തം. സത്യം പറഞ്ഞ എന്നാ അറിയുക, ആ ഫാദറിനെ സമ്മതിക്കണം. പുള്ളിയായിട്ടാ പുള്ളി ഒന്നും മിണ്ടായിരിക്കും സത്യം പറഞ്ഞ. പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട, കാര്യം അവിടെ ഏപ്പടം പിടിക്കുന്ന ആൾക്കാരാണ്. ഏപ്പടം പിടിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഈ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഏതൊരു മനുഷ്യരും പൈസ മുടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. പൈസയും കൊടുത്ത് ആ വസ്തു മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവർ കാരണം അവർക്ക് ആർക്കും അവിടെ താമസിക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇവരെത്രത്തോളം നെഗറ്റിവിറ്റി സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. കാര്യം അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇതൊക്കെ. അപ്പം ഈ അച്ഛനെ കുറ്റം പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം, നിങ്ങളൊന്ന് ആലോചിക്കും. എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ ഈ ഒരു സ്ത്രീയുടെ കാര്യം. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല വേറൊരുത്തൻ ഉണ്ടല്ലോ, ഒരു മുടി വളർത്തിയ, അവനെയും കൂടെ അടുത്തിരുത്തിയിട്ട് ഇവർ മീഡിയ എടുത്ത് സംസാരിക്കുവാണ്. ഇത് എൻ്റെ വട കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ലെന്നും പറഞ്ഞിട്ട് ഇവർ സാരി പിടിച്ച് മാറ്റുന്നു. ഇതുകൂടെ ഇവർക്ക് എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവർക്ക്? യാതൊരു ഉളുപ്പമില്ലാത്ത ഒരു സ്ത്രീ എൻ്റെ വട കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. ഇവരിത്രയും അതപ്പതിച്ചോടെ ഇവരെന്തു ഉദ്ദേശിക്കുന്നത്? ഇതും കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറേ വായി നോക്കികൾ അവർ നമ്മളെ വന്ന് കുറ്റം പറയാം. നിനക്കൊന്നും ഒരു പണിയുമില്ലേ? ഇനി നിനക്കൊക്കെയാണ് ഒരു പണിയും ഇല്ലാത്തത്. ഇവരുടെയൊക്കെ പുറകെ പോകുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡാണ് പോണത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട് വോയിസ്. അല്ല, വിഷമങ്ങൾ പറയുന്നത് നല്ലതായി. അതായത് എന്നാ പറയുക, അച്ഛനെ ദ്രോഹിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് വെച്ചാൽ ആ സുധിയുടെ ഒരു പേര് വെച്ചാണ് ആരും മിണ്ടാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ ഫാദറിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്നത്. രണ്ടാമത് ഇവരോട് താമസിച്ചോട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവർ കാണിക്കുന്ന എന്നാ അറിയാം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. ഇവർ കാണിക്കുന്ന അതായത് നമ്മുടെ ജനങ്ങളെ മൊത്തത്തിൽ എന്നാ അറിയാം, ഒരു വീട്ടിൽ ഒരു പെങ്കൊച്ചുള്ള അല്ലെങ്കിൽ ഒരു ആങ്കൊച്ചുള്ളവൻ, ഈ നമ്മളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വീഡിയോ.
ഇവരുടെ വീഡിയോ കണ്ടോട്ടെ, നല്ല വീഡിയോ നമ്മൾ നല്ല ലൈക്കും കാര്യങ്ങളും കൊടുക്കും. ഇവരിപ്പം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? ആ അച്ഛൻ്റെ സ്ഥലം വിറ്റ് പോകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അച്ഛൻ ഒരിക്കലും അവിടെ സ്ഥലം വിറ്റ് പോകരുത്. അതായത് സ്ഥലം അച്ഛൻ കൊടുത്തു പോയി, അതാണ് പറ്റിപ്പോയത്. ഞാൻ വേറൊന്നുമല്ല, നമുക്കൊരു എന്നാ അറിയാം, ഒരു വേറൊന്നും കൊണ്ടും പറയുന്നതല്ല, എന്നാ അറിയാം, ഒരു ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു കേട്ടോ, വേറൊന്നും തോന്നല്ലേ. അതായത് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതാണ് തെറ്റായിപ്പോയത്, ഏറ്റവും ഏറ്റവും തെറ്റായിപ്പോയത്. അതായത് ആ സ്ഥലം ഒരിക്കലും കൊടുക്കലായിരുന്നു. പക്ഷെ അന്നത്തെ ആ സമയത്ത് അതിനകത്ത് നമ്മളും ചിന്തിക്കണം, വെച്ചാൽ പുള്ളി ഇങ്ങനെ അപകടത്തിൽ മരിച്ചു, പിന്നെ ഇവരിങ്ങനെ കോളനി താമസിക്കുന്നു, അവിടെ നിന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഞാൻ കേട്ടില്ല, ഫേസ്ബുക്ക് കേട്ടുള്ള കേസൊക്കെ, ഞാൻ കണ്ടിട്ടില്ല ആളിനൊന്നും. അത് കഴിഞ്ഞ് ഇവര് ഫ്ലവേഴ്സും എല്ലാം കൂടി അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ്റെ മനസാക്ഷിക്ക് അച്ഛൻ സ്ഥലം കൊടുത്തു. ഇപ്പം ആർക്കാ ഇപ്പം ഉപദ്രവമായി പോയിരിക്കുന്നത്? ഇപ്പം അച്ഛൻ്റെ ആ ഒരൊറ്റ സ്ഥലം പോലും വിറ്റ് പോകില്ല, അതാണ് ഇവർ നോക്കുന്നത്. ഇപ്പം ആ സ്ഥലം അവിടെ നിന്ന് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇവരെന്തായാലും കാണിച്ചോട്ടെ, നമ്മളതിനകത്തൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. അച്ഛനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ആ സ്ഥലം കൊടുത്തു പോയി, അതാണ് ഏറ്റവും പറ്റിയൊരു കുഴപ്പം. എത്രയും ആൾക്കാർ സ്ഥലം മേടിക്കാൻ അവിടെ വരുന്നുണ്ട്, പക്ഷെ എത്ര പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനൊരു അച്ഛൻ്റെ ഒരു കസിനാണ്, പറഞ്ഞെന്നെ അറിയാം, എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ എന്നെ അറിയാം, എന്നെ വിളിക്കുമ്പം എന്നാ ഇന്ന സ്ഥലമാണ് നമ്മൾ ഈ സംഭവം എല്ലാം ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വേണ്ടെന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല എന്നുവെച്ചാൽ ഇവരവിടെ കാണിക്കുന്ന കാട്ടായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ആ സ്ഥലം കൊടുത്തു എന്ന് പറയുന്നത്. ഇത് ഓരോ ആൾക്കാർ ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന് പ്രതികരിക്കുന്നതാണ്. ഇത് ദേവ് ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ദേവ് ബ്രോയുടെ ചാനലിനകത്താണ് ഈ ഒരു വോയിസ് വന്നത്. നമുക്ക് തന്നെ കേട്ടിട്ട് മാനസികമായിട്ട് വിഷമം വരുന്നത്. അപ്പോൾ ആ അച്ഛൻ എത്രത്തോളം വിഷമിച്ചാണ്. കുറേ പേര് വന്നിരുന്ന അച്ഛനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്തോ വേണം, അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, ദാനം തന്നിട്ട് പിന്നെ എന്തിനാ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്. അതും പോരാത്തതിന് രേണുവിനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ ശാരികയുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ രേണുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ നല്ല വ്യക്തി. രേണുവിനെ കുറ്റം പറയുന്നത് നമ്മളെല്ലാം വളരെ മോശക്കാരെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും വന്ന് സംസാരിക്കുന്നത്. എന്തിനാ സ്വന്തം കൂട്ടുകാരികൾ തന്നെ കൈവിട്ട്, ഇവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് കൈവിട്ടത്. എന്നിട്ട് അവരെ വന്നിരുന്ന് ഇപ്പോൾ കുറ്റം പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, അതേ കാണിക്കുക. നമ്മൾ ആരും നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര്, ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. മനസ്സിലായല്ലേ? കൂട്ടുകാരികളായിട്ടുള്ള സജീനും പിന്നെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളെ പറഞ്ഞതാണ് കൂടെ നിന്ന് റീച്ചിന് വേണ്ടിയിട്ടെന്ന്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഭയങ്കര രീതിയിൽ പൊക്കി പിടിച്ചോണ്ട് നടന്നതാ. രേണു ദൈവമാണ്, എന്തിനാണ് ആ പാവത്തിന് എല്ലാവരും കൂടെ ക്രൂശിക്കുന്നത്? കേട്ടല്ല, റീച്ചിന് വേണ്ടിയിട്ടാണ് നിന്നതെന്ന് ഇവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കല്ലേ. ഇതൊക്കെ അന്നേ നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ്. എന്തായാലും അവസാനമെങ്കിലും നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയല്ലോ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന്. ഇതൊക്കെ ഉണ്ട് അവര്. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഞാൻ ഓടുവന്ന് ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാണ്? ഞാൻ ഓടാണ്ട കാര്യമില്ലല്ലോ. കേൾക്കേണ്ടത് മുഴുവൻ കേട്ടു. ഇനി പുതിയതായിട്ട് വല്ലതും ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് കേട്ടാലും ഇങ്ങനെ തന്നെ നേരിടും. പുതിയതായിട്ട് അവരുടെയൊക്കെ കയ്യിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ആരെ പറ്റിയിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലാതെ വേറെ ആരെ കുറിച്ചിട്ട് ഇവർ പറയുന്നില്ല. പിന്നുള്ള ആരാണ്? നിമിഷ ബിജോയാണോ? നിമിഷ ബിജോയ്ക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിമിഷ ബിജോയായിട്ടൊക്കെ കുറേ നാളുകൾക്ക് മുന്നേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് നമുക്കറിയുന്നതാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടക്കുന്ന പ്രശ്നം ഈ കൂട്ടുകാരികളുമായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. എന്നാലും ഇനിയെങ്കിലും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആലോചിക്കുക, ആരിവരെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയോ അവരെ എല്ലാവരെയും ഇവർ ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ രേണുവിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരീഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് നല്ല, എന്റെ മാനേജർ എൻ്റെ കരീഷ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾ എൻ്റെ കൂടെ കാണും. അപ്പം കൂടെ ഉള്ള ആൾക്കാരൊന്നും ഇല്ല. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നത്. എനിക്ക് എൻ്റെ സജീന ചേച്ചിയുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പം നേരെ അങ്ങ് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും കരീഷ്മ ഒന്ന് ഒരുങ്ങി നിന്നോ. കാര്യം താമസിക്കാത്ത ഒരു ചീത്തവിളി ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ ഉണ്ടാകും.
ബെറ്റ് വെച്ചോ, നടക്കാൻ പോകുന്നതാ. നാളെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി തരും. എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി, അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അവർ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ് ഞാൻ. എന്നെ വെച്ചിട്ട് മോശം അവസ്ഥയല്ലല്ലോ അവർക്കുണ്ടാകുന്നത്. അതെ അതെ, സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അപരാധം കാണിക്കാം, അത് നമ്മൾ പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിന് പറയുന്നതാണ് നമ്മളെല്ലാവരും അത് വെച്ചിട്ട് കഞ്ഞി കുടിക്കുന്നത്. ഈ സ്ത്രീ എങ്ങനെയാണ് കഞ്ഞി കുടിക്കുന്നത്? ഇതുപോലെയുള്ള കുറെ കോമാളിത്തരങ്ങൾ പബ്ലിക്കിൽ കാണിച്ചിട്ടാണ് ഇവർ കഞ്ഞി കുടിക്കുന്നത്. എന്നിട്ട് വന്ന് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? തൊഴിലുറപ്പിന് പോകാൻ പറ്റും. എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും ഇപ്പോൾ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് ഒരു കാശ്. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര രീതിയിൽ വണ്ണോ സൈസോ ഒന്നും വേണ്ട. ഇടേ ഈ പറയുന്ന മെലിഞ്ഞിരിക്കുന്ന ബോഡിയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി. അങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം രേണു ഒരിക്കലും തൊഴിലുറപ്പിന് പോകണമെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. വേറെ പല പല കാര്യങ്ങളുണ്ട്. രേണു തന്നെ പറയുന്നുണ്ട് ഈ ഏവിയേഷനൊക്കെ പഠിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് വേറെ എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്ന ഈ കുറച്ച് സംഭവം ഉണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ എത്രയോ നല്ല പണികളുണ്ടായിരുന്നു. അതിനൊക്കെ പറഞ്ഞു എന്തിനാ ഫ്ലവേഴ്സ് വരെ നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്യുക എന്നുള്ള രീതിയിൽ അവരൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോകായിരുന്നു. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്തു? കാര്യം നിങ്ങൾക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തൊഴിലുറപ്പിന് പോകണമെന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. ഉണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ മുഴുവനും ഇതാവും. മുക്കിലും മൂലയിലും അല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തരും അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? സോ മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. സന്തോഷം. നിനക്ക് എന്നാ മോളെ റീച്ച് വന്നത്? ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ടാ നിനക്കൊക്കെ റീച്ച് വന്നത്. നീ ബിഗ് ബോസിലോട്ട് കെട്ടിയെടുത്തത് എങ്ങനെയാണ്? ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ഫേമസ് ആക്കി. എൻ്റെ ഒരു വീഡിയോ ഒക്കെ 1.4 മില്യനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. രേണു മാത്രം ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ല റീച്ച്, എനിക്ക് വേറെ 1 മില്യൺ അടിച്ച വീഡിയോസൊക്കെ ഉണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു മനുഷ്യരെ നിങ്ങളെ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എത്രയോ ആൾക്കാർ എന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുവാ കിടന്ന് കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ? പറയുന്ന ഡയലോഗ് കേട്ടില്ല, ഇവർ കാരണമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ രേണുസുധിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ. എന്തായാലും ഞാൻ വേറെ കുറേ ക്ലിപ്പുകളൊക്കെ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. വേറെ ആ മുടി വളർത്തിയ അക്ഷയ് എന്നും കണ്ടാന്ന് തോന്നുന്നു അവൻ്റെ പേര്. അവനുമായിട്ട് കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ആ ഒരു മരിച്ചു പോയ ഒരു മനുഷ്യനോടെ പോലും ഒരു റെസ്പെക്റ്റ് ഇല്ല. റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യർ ഇങ്ങനെ കാണിക്കത്തില്ല. പല വിധവകളും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ റിയാക്ട് ചെയ്യുന്ന വോയിസാണ്. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് അവരും ഒരു വിധവയാണ്, പക്ഷെ അവരാരും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നില്ല. അവരുടെ മക്കൾക്ക് പോലും ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് വരെ കടന്നു പോയെന്നാണ് പറയുന്നത്. അതായത് ഇവരൊറ്റ ഒരുത്തി കാരണം 10-200 രൂപ കൊടുത്ത് റീചാർജും ചെയ്ത് ഇവരുടെ അപരാധവും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറേ വിവരമില്ലാത്ത കുറേ എണ്ണം. ഇനിയെങ്കിലും നീയൊക്കെ കണ്ണ് തുറക്ക്. ഇവർ കാണിക്കുന്ന പ്രവർത്തികളൊന്നും അത്ര ശരിയല്ല. ഇത്ര എനിക്ക് നിങ്ങളുടെ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളൂ. ഈ രേണുവിനെ ഇന്ന് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ ഇവരെ കല്ലെറിയും. നിങ്ങൾ വെറ്റ് വെച്ചോ, അത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.